കൈശോര ഗുഗുലും യോഗരാജ ഗുഗുലും രണ്ടും സെയിം ആണോ? സെയിം ഗുണങ്ങളാണോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതിനെ കുറിച്ചിട്ടാണ് എൻ്റെ ഈ വീഡിയോ. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണും. കൈശോര ഗുഗുലു, യോഗരാജ ഗുഗുലു രണ്ടും വ്യത്യാസമുണ്ട്. രണ്ടിനും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഗുണങ്ങളാണ്. ഓക്കെ, രണ്ടും രണ്ട് തരത്തിൽ ആക്ട് ചെയ്യുന്ന മരുന്നുകളാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, നോ. കൈശോര ഗുഗുലു മെയിനായിട്ട്, ഈ ഗുഗുലു എന്ന് പറയുന്നത് അത് വേറൊരു പ്ലാന്റ് ആണ്. നമ്മൾ കൂടെ ചേർക്കുന്ന ഒരു പേര് മാത്രമല്ല അത്. ഓക്കെ, അത് ക്ലാരിഫൈ ചെയ്യാൻ. സോ കൈശോര ഗുഗുലു മെയിനായിട്ട് സ്കിന്ന് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിനും ബ്ലഡ് പ്യൂരിഫിക്കേഷനും വേണ്ടിയിട്ടുള്ള അതാണ് അതിൻ്റെ മെയിൻ ഗുണം. അതിൻ്റെ ടാർഗറ്റ് അവിടെയാണ്. യോഗരാജ ഗുഗുലു എന്ന് പറഞ്ഞാൽ വാദസംബന്ധമായിട്ടുള്ള ഇഷ്യൂസിനാണ് മെയിൻ. ഓക്കെ, പിന്നെ കൈശോര ഗുഗുലു നമുക്ക് ഈ ചുട്ടുനീറ്റം, ഈ ജോയിന്റ് പെയിൻ കൂടാതെ നല്ല നീര്, ആ നീര് കാണുമ്പോൾ തന്നെ ഒരു റെഡിഷ് കളറായിരിക്കും. നല്ല ചുട്ടുനീറ്റം ഉണ്ടാവും. ആ ഭാഗത്തും ബോഡിയിൽ ഫുള്ളും ഒരു ഹീറ്റ് കൂടുതലുണ്ടാവും. അങ്ങനെ ഉള്ള സിറ്റുവേഷൻ നമുക്ക് കൈശോര ഗുഗുലു ധൈര്യമായിട്ട് കൊടുക്കാം. യോഗരാജ ഗുഗുലു കൊടുക്കുന്നത് ഈ പെയിൻ വരുമ്പോഴാണ്. പെയിനിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ജോയിൻറ്റ് പെയിൻ, ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വേദനയ്ക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ്. പക്ഷെ ഏത് ഗുളികയാണെങ്കിലും കഷായത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡബിൾ എഫക്റ്റാണ്. ഓക്കെ ഓക്കെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൈശോര ഗുഗുലു നമ്മുടെ പിത്തദോഷം ആൻഡ് രക്തദുഷ്ടി, അതായത് പിത്ത സംബന്ധമായിട്ട് എനർജി ഇംബാലൻസ് ആകുമ്പോൾ രക്തദുഷ്ടി, ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇതാണ്. അപ്പോൾ ഈ രണ്ട് ദോഷത്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്. യോഗരാജ ഗുഗുലു വാദത്തിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നീര് കുറയില്ല എന്നല്ല എൻ്റെ അർത്ഥം. എന്നാൽ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഒരു കാര്യത്തിന് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്ന, പല ഗുണങ്ങളും അതിനുണ്ട്. നമുക്കത് അറിയുന്നില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ കൈശോര ഗുഗുലു കുറച്ച് കൂളിംഗ് ആണ്, ഡീടോക്സ് ആണ് അതിൻ്റെ മെയിൻ സംഭവം. അതായത് കൂടെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നീര് കളയുക, പ്യൂരിഫൈ ചെയ്യുക, ഉള്ളിലത്തെ വേസ്റ്റ് ഒക്കെ പൊക്കോട്ടെ, ഡീടോക്സ് പോലെയാണ്. അപ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ചെറുതായിട്ട് ഉണ്ട് കൈശോര ഗുഗുലാണെങ്കിൽ. യോഗരാജ ഗുഗുലു നേരെ ഓപ്പോസിറ്റാണ്. ഒരു വാം എഫക്റ്റാണ് കൊടുക്കുക. അത് ഡീടോക്സ് അല്ല, അതൊരു പെയിൻ കില്ലർ പോലെയാണെന്ന് പറയാം. വേദന കുറയ്ക്കും എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ജോയിൻറ്റ് പെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിഫ്നെസ്, മരവിപ്പും ഇതൊക്കെ വരുമ്പോൾ ബെറ്റർ കൈശോര ഗുഗുലു കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേര് ഈ മരവിപ്പ്, തരിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ മരവിപ്പ്, തരിപ്പൊക്കെ വരുന്നത്. രക്തോട്ടം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ രക്തം ഓടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബ്ലഡ് പ്യൂരിഫൈ ചെയ്യണം, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിൻ്റെ കൂടെ മെഡിസിൻസ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മരുന്നുകൾ ബേസിക്കലി രണ്ട് തരത്തിൽ ഡയറക്ഷൻ പോകുന്ന രണ്ട് മരുന്നുകളാണ്, അല്ലാണ്ട് ഇത് രണ്ടും സെയിം അല്ല. ഓക്കെ, പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കൈശോര ഗുഗുലു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പിത്തത്തിന് സംബന്ധമായിട്ടുള്ള കാര്യത്തിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിത്ത സംബന്ധമായിട്ടുള്ള എന്ത് അസുഖം ഉണ്ടെങ്കിലും സ്കിന്നിൽ വല്ല ചുട്ടുനീറ്റം വന്നു, അല്ലെങ്കിൽ റാഷസ് വന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വോട്ടെവർ ഇറ്റ് ഇസ്, എന്തെങ്കിലും പാച്ചസ് എന്തുണ്ടെങ്കിലും കൈശോര നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അതിൽ വേപ്പ്, മഞ്ചിഷ്ട ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് അതിലുണ്ട്. സോ മഞ്ചിഷ്ടയൊക്കെ ബെസ്റ്റ് മെഡിസിൻ ആണ് സ്കിന്നിന് കേട്ടോ. അതിൻ്റെ ഈ യോഗരാജ ഗുഗുലു പക്ഷെ ഇതൊന്നുമല്ല. യോഗരാജ ഗുഗുലു വാദസംബന്ധമായിട്ടാണ്. തരിപ്പ്, വേദന, പിന്നെ ഒരു സ്റ്റിഫ്നെസ്, അല്ലെങ്കിൽ കുറേ നേരം ഇരുന്നു ഒരു കഴപ്പ് വന്നു, അതിനൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ടും രണ്ട് തരത്തിലുള്ള മെഡിസിൻസ് ആണ്. സോ രണ്ടും സെയിം ആണെന്നോ അല്ലെങ്കിൽ ഏകദേശം ഇതൊക്കെ തന്നെയാണ് അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ ഈ മെഡിസിൻസിൻ്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ മെഡിസിൻസിന് അതിൻ്റെ ഗുണം വരുന്നത്. അല്ലാതെ വെറുതെ ഒരു പേരിട്ടു രണ്ടിനും സെയിം മെഡിസിൻ ഇൻഗ്രീഡിയൻസ് ആണ്, ഒരിക്കലും അല്ല. എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷെ അതിൽ ഒന്നോ രണ്ടോ മെഡിസിൻ ഇൻഗ്രീഡിയൻറ്റ് നല്ല സ്ട്രോങ് ആയിരിക്കും. ബാക്കിയുള്ള മെഡിസിൻസ് അതിൻ്റെ ഗുണങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്കിന്നാണെങ്കിൽ സ്കിന്നിന് നല്ലതല്ല, വേപ്പ്, മഞ്ചിഷ്ട ഇങ്ങനെയുള്ള മരുന്ന്. യോഗരാജയിൽ ഈ ത്രിഫല ഇങ്ങനെ കുറച്ച് മരുന്നുകൾ, ത്രിഫല, ഗുഡൂച്ചി, ഇതൊക്കെ ത്രിഫലയൊക്കെ എല്ലാ മെഡിസിൻസും നല്ലതാണ്. പക്ഷെ അതിന് ത്രിഫല മാത്രം മതിയോ? പോരാ, അതിൻ്റെ കൂടെ വേറെയും മരുന്നുകൾ വേണം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് ആണ്. മെയിൻ ഡിഫറൻസ് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻറ്റ് പെയിൻ, ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം മാത്രം. ഓക്കെ, ഞാനത് എടുത്ത് പറയണം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ കഷായത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ഡബിൾ എഫക്റ്റ് മാറിയാണ്. പെട്ടെന്ന് നമുക്ക് റിലീഫ് കിട്ടും. വിത്തിൻ ഒരു 4-5 ഡേയ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാവും, റിസൾട്ട് എന്തായാലും കിട്ടും. ഓക്കെ, അതല്ല ഗുളിക മാത്രം കഴിക്കുകയാണെങ്കിലും ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, അപ്പോഴും റിലീഫ് കിട്ടും. പക്ഷെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ബോണിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി ആവശ്യമാണ്.
അതേമാതിരി ചില ഗുളികകൾ നമ്മൾ ബോഡിയിൽ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഷായം കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്റർ. സോ ഹാവ് എ നൈസ് ഡേ.